ഏകദേശം നമ്മുടെ DGP ദർവേർ സാഹിബ് ആന്ധ്ര ഹൈദരാബാദ് എന്നുള്ള ആൾ വളരെ സൗമ്യനും മാന്യനും ഒക്കെ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ കാലാവധി 1 വർഷം കൂടി നീട്ടിക്കൊടുത്തിട്ടുമുണ്ട്. പത്മകുമാറിന് DGP ആകാൻ കഴിയാതെയൊക്കെ പോയി. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇപ്പോൾ മറ്റേ നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരാളൊരു പരാതി കൊടുത്തിരുന്നു. കാരണം ദർവേർ സാഹിബിൻ്റെ പേരിലുള്ള ഭാര്യയുടെ പേരിലുള്ള 10.8 സെൻറ്റ് വസ്തു ഒരാളുമായിട്ട് കരാറ് നിശ്ചയിച്ചിരുന്നു. അതേ സമുദായത്തിലുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ കരാറിൻ്റെ 8ാം ഖണ്ഡികയിൽ ഇതിന് ബാധ്യതയൊന്നുമില്ല എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ കരാർ എഴുതി അഡ്വാൻസ് ആയിട്ട് 30 ലക്ഷം രൂപ കൊടുത്തു. 78 ലക്ഷം രൂപയാണ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ കരാർ എഴുതി കഴിഞ്ഞപ്പോഴാണ് ഇതിന് ബാധ്യതയുണ്ട്, ഒരു ബാങ്കിൽ നിന്ന് 26 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട് എന്ന് കാണുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇത് പിന്നീട് രജിസ്ട്രേഷന് പോകുമ്പോൾ ഈ ബാധ്യതയൊക്കെ തീർത്തിട്ട് വേണം രജിസ്ട്രേഷന് പോവാൻ. അപ്പോൾ 26 ലക്ഷം രൂപയും അതിൻ്റെ പലിശയും. അപ്പോൾ അഡ്വാൻസ് മേടിച്ച 30 ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ടടയ്ക്കുക. പിന്നെ ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉള്ള പണത്തിൽ നിന്നും അടച്ചത് തീർക്കാവുന്നതേ ഉള്ളൂ സാധാരണഗതിയിൽ. പക്ഷേ ഇദ്ദേഹം പോയിട്ട് കോടതിയിൽ കേസ് കൊടുത്തു. അപ്പോൾ ഈ വസ്തു ജപ്തി ചെയ്തിട്ട് ഇയാൾ കൊടുത്ത 30 ലക്ഷം രൂപയും അതിൻ്റെ പലിശയും എല്ലാം കൂടി വസ്തു ജപ്തി ചെയ്ത് കൊടുക്കാനായിട്ട് വിധി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെ കോടതിയിൽ പോകാതെ തന്നെ ഈ ബാങ്കിലെ ബാധ്യതയൊക്കെ തീർത്ത് അവസാനം തുകയും കൂടി, കാരണം ഇനിയും കൊടുക്കാനുണ്ടല്ലോ, 30 കഴിഞ്ഞിട്ട് പിന്നെ 78-ന് 48 ലക്ഷം രൂപയില്ലേ, അങ്ങനെ തീർക്കാമായിരുന്നില്ലേ? അപ്പോൾ ശരിക്കും ദർവേർ സാഹിബിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ? ദർവേർ സാഹിബിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണല്ലോ. ഒന്ന്, ആ ഭൂമിയിൽ യാതൊരു ബാധ്യതയുമില്ല എന്ന് അദ്ദേഹം കരാറിൽ എഴുതി വെച്ചു. DGPയുടെ റാങ്കിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രഥമ ദൃഷ്ടിയ അത് വിശ്വസനീയമാണ്. അങ്ങനെ കരാറിൽ എഴുതുന്ന സാധാരണ എല്ലാ കരാറിലും എഴുതുന്ന ഒരു വാചകമാണെങ്കിലോ, കാരണം വാക്കാൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, വാക്കാൽ പറഞ്ഞിട്ടാണെങ്കിൽ വേറൊരു കാര്യമുണ്ട്. വാക്കാൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ എമൗണ്ട് സാധാരണയിൽ അതും കോടതിയിൽ പറയാറുണ്ട്. കാരണം അപ്പോൾ ഇതിൻ്റെ ഡോക്യുമെൻ്റ് ബാങ്കിലായിരിക്കില്ലേ ഇരിക്കും. അതെ, ഡോക്യുമെൻ്റ് ബാങ്കിലാണെങ്കിൽ അതിൽ ബാങ്കിലിരിക്കുന്നു എന്നും ഇത്ര രൂപ അതൊന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്നും അത് അടച്ച് തീർത്ത് ഇത് വ്യക്തമാക്കി വിമുക്തമാക്കി തന്നേക്കാമെന്നുമാണ് കരാറിൽ എഴുതണം. അങ്ങനെ എഴുതാൻ പാടുള്ളൂ, അങ്ങനെയാണ് എഴുതേണ്ടത്. അത് എഴുതാതിരുന്നു എന്ന് പറഞ്ഞാൽ വസ്തുത മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് ചീറ്റിംഗ് നടത്തി എന്ന് വേണം കരുതാനായിട്ട്. ഇനി രണ്ടാമത്തെ കാര്യം, 30 ലക്ഷം രൂപ ഇദ്ദേഹത്തിന് അഡ്വാൻസ് ആയിട്ട് കിട്ടിയപ്പോൾ ആ 30 ലക്ഷത്തിൽ നിന്ന് 26 ലക്ഷം രൂപ കൊടുത്ത് ആ ഡോക്യുമെൻ്റ് അവിടെ നിന്ന് റിലീസ് ചെയ്യിക്കാമായിരുന്നു. പലിശ ഉണ്ടാവും, 30-ൽ കൂടുമായിരിക്കും. ഞാൻ പറഞ്ഞ 30 അടച്ചു കഴിഞ്ഞാൽ പിന്നെ ബാലൻസിൻ്റെ വളരെ ചെറിയ തുകയല്ലേ ഉണ്ടാവുള്ളൂ. ആ ചെറിയ തുകക്ക് വലിയ പ്രശ്നം വരുന്നില്ലല്ലോ. DGPക്ക് അത് ഏതെങ്കിലും ഒരു പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് വായ്പ മേടിക്കാവുന്നത് അല്ല, അങ്ങനെയല്ല. പിന്നെ വരുന്നത് ചെറിയ തുകയായിരിക്കും വരുന്നത്. ആ ചെറിയ തുക കൊടുക്കാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകില്ലല്ലോ, ഒരു കാരണവശാലും പ്രയാസം ഉണ്ടാകില്ല. അയാൾക്ക് വല്ല PF എടുത്തിട്ടായാലും കൊടുക്കാൻ പറ്റും. അത് PF എടുത്ത് കൊടുക്കാമല്ലോ, അതിന് ഒരു പ്രയാസമില്ലാത്ത കാര്യമല്ലേ. അപ്പോൾ PF എടുത്ത് ഈ പണം കൊടുക്കാവുന്നത് ചെറിയ, പിന്നെ 4 ലക്ഷം രൂപ പലിശ വന്നു കഴിഞ്ഞാൽ 26, 4, 30 അത് കഴിഞ്ഞിട്ട് ഈ ഡോക്യുമെൻ്റ് കൊടുക്കണ്ടേ? അത് കൊടുക്കാതിരുന്നില്ലേ? അത് കൊടുക്കാതിരുന്നത് DGP എന്ന നിലക്കല്ല, ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലക്ക് പോലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അയാൾ സ്വാഭാവികമായിട്ട് കൊണ്ടുപോയി കേസ് കൊടുത്തപ്പോഴെങ്കിലും സെറ്റിൽ ചെയ്യാമായിരുന്നല്ലോ. കേസുള്ളപ്പോൾ സെറ്റിൽ ചെയ്യേണ്ടതായിരുന്നു. കേസ് വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ടാകും, ഞാനിങ്ങനെ കേസ് കൊടുക്കുമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഒരു DGPക്കൊക്കെ എതിരെ ഒരു കേസ് കൊടുത്ത് തോൽപ്പിക്കണം എന്നൊരു ഉദ്ദേശം അയാൾക്ക് ഉണ്ടാകില്ലല്ലോ. അയാൾ കൊടുത്തേക്കുന്ന തുകയും അയാൾക്ക് ആ ഭൂമി കിട്ടണം എന്നല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഭൂമി കിട്ടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ലാതെ വന്നപ്പോഴായിരിക്കും ഇയാൾ കേസ് കൊടുത്തേക്കണം. അതും കൂടി നമ്മൾ കാണണം. കാരണം ഡോക്യുമെൻ്റ് ഇല്ലാത്ത കാലത്ത് എന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഡോക്യുമെൻ്റ് വേണ്ടേ? ഡോക്യുമെൻ്റ് ആധാരം ബാങ്കിലിരിക്കല്ലേ, ബാങ്കിൽ നിന്ന് ആധാരം റിലീസ് ചെയ്യണ്ടേ, റിലീസ് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കണ്ടേ? അതൊന്നും കൊടുക്കാതിരുന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് ഒരു DGP ഇത്തരത്തിലുള്ളൊരു വസ്തു ഇടപാട് വേറെ ഒരുപാട് സംഗതികളുണ്ട്.
ഇങ്ങനെ വസ്തു ഇടപാടൊക്കെ 30 ലക്ഷം 73 എത്ര ലക്ഷം രൂപ 78 ലക്ഷം രൂപയുടെ വസ്തു ഇടപാടൊക്കെ ആണെങ്കിൽ ഇതിന് മുൻകൂട്ടി അനുവാദം വാങ്ങിയിരിക്കണം. അതൊക്കെ വാങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊരു പക്ഷേ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ എൻ്റെ പേരിൽ മന്ത്രി അത് മുഖ്യമന്ത്രി ആയതുകൊണ്ട് മുഖ്യമന്ത്രി ഈ പറഞ്ഞ പോലെ നേരത്തെ തന്നെ പിണറായി വിജയന് പരാതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇത് നേരത്തെ വിവരം അറിയാവുന്ന ചെയ്യുന്നതിന് മുമ്പും കാലാവധി നീട്ടിക്കൊടുക്കുന്നതും ഈ വിവരം അറിയാവുന്നതാണ്. അത് തന്നെയുമല്ല, ഇതൊരു സാമാന്യഗതിയിൽ ഒരാൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമല്ലേ ഇത്. അതൊരു DGPയുടെ പദവിയിലിരിക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്യാൻ ഒട്ടും പാടില്ല. അപ്പോൾ മറ്റേ ആൾക്ക് വേറെ മാർഗ്ഗമില്ല, പിന്നെ അയാൾ എന്തു ചെയ്യും? എന്നിട്ട് ഇത്തരത്തിൽ ചെയ്ത ഒരാൾക്ക് DGP ആയിട്ട് 1 വർഷവും കൂടി സർവീസ് നീട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവർ ഇതിനെക്കുറിച്ചൊക്കെ കരുതിയിരിക്കുന്നൊരു കാര്യം? മുഖ്യമന്ത്രിക്ക് ഇദ്ദേഹത്തെ ഉപദേശിക്കാമായിരുന്നല്ലോ. ഇങ്ങനത്തെ DGPമാർ അല്ല, ഇദ്ദേഹം വളരെ സൗമ്യനാണ്, അധികം കോൺട്രവേഴ്സി ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ മോൻസൺ മാവുങ്കലിൻ്റെ വീട്ടിൽ പോയ DGP ഒക്കെ ഉണ്ട് നമുക്ക്. പിന്നെ ഒരു അൽഗുൽത്ത് ലക്ഷ്മൺ എന്നോ മറ്റോ പറഞ്ഞ അങ്ങനെ ഒരാളൊക്കെ കേസിൽ പെട്ടിട്ടുണ്ട്. അല്ല, ഇത് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഇദ്ദേഹത്തെ ഉപദേശിച്ചിട്ട് ദർവേഷ് അത് സെറ്റിൽ ചെയ്തുകൊണ്ട് വേണം വരാനായിട്ട്. കാരണം ഞാൻ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ തരാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിന് മുൻപ് ആ പ്രശ്നം ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് ആ ഭൂമിയുടെ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുമായിരുന്നില്ലേ? ഏരിയ കമ്മിറ്റി ഏൽപ്പിക്കായിരുന്നല്ലോ. ഏരിയ കമ്മിറ്റി ഏർപ്പെട്ടിട്ട് മഹല് കമ്മിറ്റിക്ക് ചെയ്യാമായിരുന്നു, ആർക്കെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. വേണ്ട, ഒന്നും വേണ്ടല്ലോ. ആ കടകംപള്ളി സുരേന്ദ്രനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പുഷ്പം പോലെ ഇത് സെറ്റിൽ ചെയ്ത് കൊടുത്ത് ശരിയാക്കില്ലായിരുന്നു. പക്ഷേ കടകംപള്ളി മുഹമ്മദ് റിയാസിനെതിരാ. അതുകൊണ്ട് പക്ഷേ ദർവേഷിൻ്റെ കാര്യത്തിൽ അത് ബാധകമല്ലല്ലോ. ഈ ദർവേഷ് സാഹിബിന് അത് ചെയ്തു കൊടുക്കാമായിരുന്നല്ലോ. അപ്പോൾ ഇതിനകത്ത് വേറെ ഇതിനപ്പുറത്തേക്കുള്ള വേറെ എന്തോ ഒരു ഏർപ്പാട് കൂടി ഇതിനകത്ത് ഉണ്ടെന്ന് വേറെ എന്തോ ഉണ്ടെന്ന് എനിക്ക് ന്യായമായും സംശയിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ ക്യാഷ് കൊടുത്തിട്ട് അത് സെറ്റിൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, ആ ഭൂമിയെ സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകും. ആ ഭൂമി ഇയാൾക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ താൻ കൊടുത്ത 30 ലക്ഷം രൂപ തനിക്ക് തിരിച്ച് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് DGPക്കെതിരെ ആണെങ്കിൽ പോലും ഒരു കേസ് വ്യവഹാരം നടത്താൻ ഇദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടാവുക. എന്തായാലും ശരിയാണ്, ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്ന രീതിയിലാണ്. കാരണം ഒരു സ്റ്റേറ്റിൻ്റെ DGPക്കെതിരെയാണ് ഇത് വന്നിരിക്കുന്നത്. പോലീസ് ഫോഴ്സിന് മൊത്തത്തിൽ തന്നെ അതിൻ്റെ ഒരു അപമാനം വരും. പക്ഷേ വകുപ്പ് മന്ത്രിക്ക് അത് ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാവുന്നതാണ്. കാരണം വകുപ്പ് മന്ത്രി ഇത് നീട്ടിക്കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഒന്ന് ഉപദേശിക്കണ്ടേ മിനിമം? ആ പ്രശ്നം സെറ്റിൽ ചെയ്തേക്ക്. എന്തിനാ വകുപ്പിനെ പറ്റി എല്ലാ ജില്ലാ കമ്മിറ്റികളും പരാതി പറയുന്നുണ്ട്. അല്ല, ആ വകുപ്പ് അങ്ങനെ ഒരു വകുപ്പില്ലല്ലോ. എന്തെല്ലാമാണ് പറയുന്നത്? എന്താണ് അവർ എന്താണ് ഈ ജീവകാരുണ്യ പ്രവർത്തനമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് പോലീസ് തല്ലുന്നത് ജീവകാരുണ്യ പ്രവർത്തനമാണെന്ന് പറയുക. മാത്രവുമല്ല ഗൺമാനെ കൊണ്ട് തല്ലിക്കുക. പിന്നെ വേറൊരു കാര്യം, ഇത് സ്വർണ്ണക്കള്ളക്കടത്തുകാർക്കും ബലാത്സംഗക്കാർക്കും സംരക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം പോലീസ് സേനയിൽ ഉണ്ടാക്കിയെടുക്കുക. കറുത്ത വസ്ത്രം ധരിച്ചവരെ തല്ലുക. മുഖ്യമന്ത്രി ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ഈ ആളുകളെ വെയിലത്ത് നിർത്തിയിട്ട് കഷ്ടപ്പെടുത്തുക. എന്തിനാണ് ഇദ്ദേഹം ഈ 40 വാഹനങ്ങളുടെ അകമ്പടിയിൽ നടക്കണമെന്നുള്ള കാര്യം അദ്ദേഹത്തിനും അറിയില്ല, മറ്റാർക്കും അറിയില്ല. എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത്? അദ്ദേഹത്തിന് കാര്യം അത്രയും സുരക്ഷ അദ്ദേഹം സംഘടിപ്പിച്ചെടുത്തു എന്ന് പറയാം. ഇപ്പോൾ DGP പിന്നെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ആളുടെ നിലവാരത്തിൽ എത്തി എന്നാണോ? അല്ല, അത് അങ്ങനെയല്ല. DGP ആര് വേണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് പിണറായി വിജയൻ മാത്രമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് തീർച്ചയായിട്ടും ശശിയുടെ സമ്മതവും കൂടി അതിനുണ്ടായിരിക്കും. ശശിയെ പിണറായി വിജയൻ്റെ കൂടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വെച്ചത് പിണറായി വിജയനല്ലല്ലോ, പാർട്ടിയല്ലേ. പാർട്ടി ശശിയെ അവിടെ വെച്ചിരിക്കുന്നത് എന്തിനാണ്? പോലീസ് ഫോഴ്സ് പാർട്ടി ആഗ്രഹിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പാർട്ടി അന്ന് പിണറായി വിജയൻ തന്നെയായിരുന്ന ഒരു കാലമാണ്. കാരണം ശശിയെ നേരെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എടുക്കുക ചെയ്തത്. അദ്ദേഹം മറ്റേ
സംസ്ഥാന സമ്മേളന പ്രതിനിധി അല്ലായിരുന്നു. അങ്ങനെ വേണമെന്നില്ല. പാർട്ടി ബൈലോ അനുസരിച്ചിട്ട് ഡയറക്റ്റായിട്ട് ഒരു സഖാവിൻ്റെ പ്രവർത്തനങ്ങൾ ഗംഭീരമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ സഖാവിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് പാർട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനും വലിയ പ്രയോജനങ്ങളുണ്ടാകുകയും മറ്റ് സഖാക്കൾക്ക് പ്രചോദനമാകുകയും ചെയ്യുന്നു എന്ന് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഒരാളെ നേരിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എടുക്കാം. ഡയറക്റ്റ് എൻട്രി ഉണ്ട്. ഇവരുടെയൊക്കെ പേര് ഈ നവഭാരത ശില്പികൾ എന്നൊക്കെ പറഞ്ഞ പുസ്തകത്തിലൊക്കെ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ കാര്യം എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ നിങ്ങൾ ബ്രാഞ്ചിൽ പ്രവർത്തിച്ച് ബ്രാഞ്ചിൽ നിന്ന് ലോക്കലിലെത്തി, ലോക്കലിൽ നിന്ന് ഏരിയയിലെത്തി, ഏരിയയിൽ നിന്ന് ഇത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താണ്? നികേഷ് കുമാറിനെ ഡയറക്റ്റ് എൻട്രി ആയിട്ട് ജില്ലാ കമ്മിറ്റിയിലേക്കാണ് എടുക്കുന്നത്. അത് പാർട്ടിയിൽ സാധാരണഗതിയിൽ സംഭവിക്കുന്നൊരു കാര്യമല്ലല്ലോ. മനു തോമസിൻ്റെ വാക്കൻസി ഉണ്ട്. അല്ല, വേക്കൻസി അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. സ്പെഷ്യൽ ഇൻവൈറ്റി ആയിട്ട് ഒരാളെ ജില്ലാ കമ്മിറ്റിയിലേക്ക് നേരിട്ടെടുക്കുകയാണ്. അയാൾ പാർട്ടിക്ക് വേണ്ടി അങ്ങനെ ഒന്ന്. അപ്പോൾ അയാൾ പറയണത് ഞാൻ ജേർണലിസ്റ്റ് ആയിരുന്ന സമയത്തും പാർട്ടിക്കാരനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ഇത് ഇപ്പോൾ ദർവേസ് സാഹിബും ഇതുപോലെ തന്നെ പാർട്ടിക്കാരനാണോ എന്ന് നമുക്കറിയില്ല. ഈ ഒരു വർഷം കൂട്ടിക്കൊടുക്കുന്നതൊക്കെ സമയത്ത്. പക്ഷേ എന്തൊക്കെയായാലും ശരിയാണ്, പാർട്ടിയുടെ ഒരു മൊത്തം അപജയത്തിൻ്റെ ഒരു സൂചകം കൂടിയാണ് ഈ ബഹുമാനായ ദർവേഷ് സാഹിബിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ദുരന്തം. എന്തായാലും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കേസ് കൊടുത്ത ആളുടെ പിന്നിൽ വേറെ ഏതെങ്കിലും സഖാക്കൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഗ്രൂപ്പ് വഴക്ക് അത്ര രൂക്ഷമായ സ്ഥിതിക്ക് വേറെ ഏതെങ്കിലും സഖാക്കൾ ഈ കേസ് കൊടുത്ത ആളുടെ പിന്നിലും ഉണ്ടായിരിക്കാം. തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ടുള്ള സഖാക്കൾ ഉണ്ടായിരിക്കാം. എന്തായാലും കാര്യങ്ങളുടെ പോക്ക് നല്ല രീതിയിലല്ല എന്ന് മാത്രം ഇവിടെയും നമുക്ക് പറയാവുന്നതാണ്. ഒരു കൂടോത്രം കൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റുമോ നോക്കട്ടെ.